ഇത് ഫുള്ളപ്പായ വണ്ടിയാണ്. സെറ്റ് എന്റെ വണ്ടി വരെ എന്റെ വണ്ടിയിൽ ഒരാള് എനിക്ക് വണ്ടി ഇല്ല. നമുക്ക് ഹൈൻ എടുക്കാൻ പറ്റില്ല ചേച്ചി. എടാ എന്റെ ഫുള്ളപ്പല്ലടാ ഹൈന, ഞാൻ അതുകൊണ്ടാ ഹൈൻ എടുത്തത്. എനിക്ക് ഈ വണ്ടി ഭയങ്കര ലാഗാ. ഈ വണ്ടി കയറുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വണ്ടി നല്ല ഈ വണ്ടിയാണ്. ഇവിടെ ഉള്ള എല്ലാവരുടെ വണ്ടി ബെറ്റർ എന്റെ വണ്ടിയാണ്. അല്ലല്ല ഹോസ്റ്റേജിന് എടുക്കാൻ പോകുന്നു. എന്റെ വണ്ടിയുടെ സ്പീഡ് ഉണ്ടാവും ബ്രോയെ, ബാക്കിയുള്ള വണ്ടികളൊക്കെ അലക്കും. അതാണ് എന്റെ വണ്ടി. എന്താണ് ബ്രോയെ നശിപ്പിക്കണ്ടേ ബ്രോയെ? ബ്രോയെ എന്നെ അമ്മ കൊന്നു ബ്രോയെ. നിന്നെ കൊല്ലണം, നിന്റെ കയ്യിലിരിപ്പ് കണ്ണി കണ്ട വാണങ്ങളൊക്കെ സിറ്റുവേഷൻ പിടിക്കണം. ഈ ആ കുണ്ണ അന്ന് ഞാൻ കണ്ണാപ്പിനോട് പറഞ്ഞു വേണ്ട വേണ്ടത്, അവൻ ഇതറിയ എനിക്ക് അടി കിട്ടിയത്. അയ്യോ ചാച്ചി പഴയ DC പവർ ഒന്നും ഇല്ല കേട്ടോ, ഇപ്പൊ വെറും ചാരം. പഴയ DC ഫൈലുകളെ എന്താടാ ബെല്ലാരിലെ ഓക്സി ആയാലും എന്ത് പറയാ. എനിക്ക് മറ്റേ ഇതാണ് ഇഷ്ടം, അവന്മാർക്ക് ഇഷ്ടപ്പെട്ട് കാണും, പണിയാൻ വെച്ചേക്കാരി. ഡ്രാഗോ കടുവായെ കൂട്ടുപിടിക്കുന്നേ അമ്പമ്പോ ഒന്തിന് ചായം പൂശുന്നേ. ഹലോ ആ ബ്രോ പറഞ്ഞു കേട്ടില്ല ബ്രോ. ഇന്നേ ഉച്ചക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങള്. അടങ്ങിയില്ല സോറി സർക്കിനകത്ത് കയറും. വേറെ ആരും സംസാരിക്കാൻ നിക്കല്ലേ? ഇവിടെ അതെ ഇന്ന് ഉച്ചക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് സിറ്റുവേഷൻ ട്രിഗറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ സിദ്ധു ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവൻ കാര്യം പറയും. ബ്രോ സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഒരു ബെൻസിന്റെ ഒരു വണ്ടി എടുത്ത് പോവായിരുന്നു റോഡിൽ കൂടെ. അപ്പോഴേക്കും നിങ്ങളുടെ ഒരു ഗ്യാങ് കൊണ്ട് വന്ന് അടുത്ത് നിർത്തിയിട്ട് എന്താണ് പേര് ഇതെന്നൊക്കെ ചോദിച്ച് മര്യാദയ്ക്ക് ഇങ്ങനെ ചോദിച്ച്. അപ്പോഴേക്കും അവൻ ചോദിച്ചു വണ്ടിയിൽ ആരൊക്കെ ഉണ്ട്, നമ്മൾ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും അവ ഇങ്ങനെ ചോദിച്ച് എന്തോന്ന് മറ്റേ സ്രാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. സ്രാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്രാങ്ക് ഇല്ല ബ്രോ, ഇപ്പൊ കയറിയിട്ടില്ല, സിറ്റി കയറിയിട്ടില്ല, ഇപ്പൊ ഇല്ലെന്ന്. അപ്പോഴേക്കും ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു പരുന്ത് വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഇല്ല ബ്രോ, വാസുണ്ണ ഇല്ലെന്ന് അവര് മറ്റേ വില്ലു ആര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത നിങ്ങൾ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. പറയണെന്ന് പറയുമ്പോ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്, സ്രാങ്കിനെ വിടുമെന്നാണ്. അപ്പൊ നമ്മള് കേട്ടോണ്ടിരിക്കില്ലല്ലോ ബ്രോ, അതാണ് നടന്നത്. അതല്ല അതുമല്ല കാര്യം, ഇടയ്ക്കിടയ്ക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ട് വണ്ടിയുടെ അടുത്ത് വന്ന് KKPP എന്നെയൊക്കെ അടിക്കും. അങ്ങനെ കുറച്ച് ദിവസമായി ഈ പറഞ്ഞ കുറച്ച് ദിവസമായി. ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ സിറ്റി കയറും. ഇവിടെ ഇന്നലെ ഇവിടെ കയറി ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഗാങ് ഹൗസിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കയറി കുറച്ച് ദിവസം സിറ്റിന്ന് വിട്ടുന്ന തന്നെ. കാരണം സിറ്റി ഡെയിലി കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഡെയിലി ഇവിടെ എന്ത് കയറി കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് സിറ്റുവേഷൻ ട്രിഗർ ഞങ്ങളുടെ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, സിറ്റുവേഷൻ അങ്ങോട്ട് ട്രിഗർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരോട്. ഇവന്മാരോട് ഞങ്ങൾ ലീഡർ പറഞ്ഞിട്ടുണ്ട്, സിറ്റുവേഷൻ ട്രിഗർ ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ആരും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. വന്നത് ഫുള്ള് ഇങ്ങോട്ടാണ്. ഇത് വരുന്നത് ഫുള്ള് ഇത് പറഞ്ഞിട്ട് അത് ഒന്നെങ്കിൽ KKPP അല്ലെങ്കിൽ സ്രാങ്കിന്റെ പേര് പറഞ്ഞു. ഈ പറയുന്ന സ്രാങ്ക് പോലും ഇന്നേ വരെ നിങ്ങളോട് എന്നോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. മനസ്സിലായിട്ടില്ല. ഞാൻ സംസാരിക്കട്ടെ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ അവിടെ നിന്ന് അടിച്ചിട്ട് സെക്യൂർ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഞങ്ങളിപ്പം മര്യാദക്ക് വേണ്ട സെക്യൂറിനോട് ചോദിക്കാം, മര്യാദക്ക് സംസാരിച്ച സെക്യൂറിനോട്. പിന്നെ വേറെ കാര്യം ഉണ്ടായത്, ഇന്നലെ ബാലൻ നമ്മുടെ വണ്ടി എടുത്ത് വന്നിട്ട് നിങ്ങൾ ഏതാ ഗ്യാങ് വെച്ചപ്പോ നമുക്ക് KKV മര്യാദക്ക് പറഞ്ഞു. തിരിച്ച് നിങ്ങളുടെ ഗ്യാങ് വെച്ചപ്പോ എന്തുട്ടാണ് പറഞ്ഞത്? പറ്റുമെങ്കിൽ നീയൊക്കെ വണ്ടി നോക്കി കണ്ടാതെന്ന് വെച്ചാൽ റേസ് ആയിട്ട് ഒരുമാതിരി സംസാരിച്ചു. ഇത് ഡെയിലി ഇത് കേറി വരിക, ഞങ്ങളെ കണ്ട KKP അവിടെ കണ്ടാലും ചൊറിയ. ഇതന്നെ പരിപാടി. സംഭവം സിറ്റുവേഷൻ എടുക്കാൻ നമുക്ക് ഇന്ന് എടുക്കണമെങ്കിൽ എടുക്കാം, എങ്ങനെയാണെന്ന് ചെയ്യാം. അതൊക്കെ കുഴപ്പമില്ല. ഇന്ന് സരക്കിന് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് മിക്ക ആൾക്കാരുടെ അടുത്ത് ഗണ്ണ് പോയല്ലോ നിങ്ങളുടെ ഇത്. നിങ്ങളൊക്കെ പിസ്റ്റൾ വെച്ചെന്ന് ഞങ്ങളൊക്കെ ഫൈറ്റ് എടുത്തോണ്ടിരുന്നത്.
ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു, അതായത് സിറ്റുവേഷൻ ഇവർ ആൾക്കാരും ഇല്ല ഈ സിസ്റ്റം വെച്ചിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മള് കേറിയിട്ട് സിസ്റ്റം എടുത്ത് നമുക്ക് അങ്ങോട്ടും പ്രോപ്പറായിട്ട് അടിച്ചെടുക്കാം. ഇത് അറിയാതെ തിരക്കുക, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല വൾഗറായിട്ട് മറ്റേ കണ്ടിന്യൂസ് സിറ്റുവേഷൻ ആയിട്ട് പോകുന്നത്. മനസ്സിലായി. ഞാൻ അമരത്തൊന്ന് സംസാരിച്ചിട്ട് ഇതങ്ങളെ ഇപ്പൊ ആരൊക്കെയായിരുന്നു സംസാരിച്ചാരൊക്കെയായിരുന്നു? പേര് പറയാം. വാസ്കോ എന്ന് പറയുമ്പോ മറ്റേ ഇതിനകത്തുണ്ടായിരുന്ന വാസ്കോ ആണോ? നിങ്ങൾ ഉദ്ദേശം മറ്റേ വാസ്കോ പി പി ആണോ? ആ മറ്റേ സ്രാങ്ങിന്റെ ഓക്കെ. അപ്പൊ ഞാനൊന്ന് അമരത്ത് സംസാരിക്കട്ടെ, ഗാംഗിലോട് സംസാരിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. എടാ ബാക്കി ആരും അങ്ങോട്ട് പോവല്ലേ? ബാക്കി ആരും നമ്മളെ വണ്ടി അവര് തന്നായിരുന്നോ? ഹലോ നമ്മളൊരു വണ്ടി കിടക്കുന്ന കൂടി തരുമോ? ഇല്ല ബ്രോ, അത് നമ്മളെടുത്തില്ലേ, ഞാൻ ചോദിച്ചിട്ട് പറയാം. അല്ല വണ്ടി തരാൻ പറ്റുമോ? കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ ഞാൻ വിളിക്കാം ബ്രോ, നിങ്ങള് വണ്ടി നന്നായി. ബ്രോ എടാ ഒരാള് പോയി വണ്ടി എടുത്തിട്ടോ, ഒരാൾ മാത്രം പോയിട്ടോ. ബാല പോയി വണ്ടി എടുത്തോ, ബാല പോയി വണ്ടി എടുത്തോ. സംസാരിക്കല്ലേ ബാല? ഹലോ എടാ, ഞാൻ സംസാരിക്കോ? എല്ലാരും ഗ്യാങ്സ് ഇവിടെ സക്കീറെ വണ്ടി കയറാം, നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. ഗ്യാങ്സ് സംസാരിക്കാം. സക്കീറ ഗ്യാങ്സ് എന്ന് സംസാരിക്കാം. സക്കീറ വണ്ടി കയറി. വെയിറ്റ് ആ വണ്ടി എടുത്തിട്ട് കേട്ട്. ഇതാരാണ്? നമ്മളെ വണ്ടി ഇതാണ്. അമ്മര് പറഞ്ഞത് അമ്മര് കൊണേന്ന് പറഞ്ഞിട്ടോ, അവര് വരികയാണ് സംസാരിച്ചു. അമ്മര് പറഞ്ഞ ബ്രോ പക്ഷെ അവന്മാര് വെറുതെ നിൽക്കുമ്പോ നമ്മളെ കൂട്ടത്തിലുള്ളവര് അമ്മത് വെറുതെ KKPP എന്നൊക്കെ പറഞ്ഞ് 2 ദിവസമായിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇന്നിപ്പോ വെറുതെ ഇന്ന് ഇതേപോലെ വന്നിട്ട് സംസാരിച്ചിട്ട് ആദ്യം മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചാണ്. നമ്മളെ കൂട്ടത്തിലുള്ളവർ ആദ്യം നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പേര് ചോദിച്ചു, ആരൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു. സ്രാങ്ക് ഇല്ലേന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പരുന്തുവാസം ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവരില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നേരെ എന്തിനാണ് നമുക്കൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്, സ്രാങ്കിനെ വിടുമെന്ന് എന്തോ ചോദിച്ച്. അങ്ങനെയാണ് സിറ്റുവേഷൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിസ്റ്റളൊക്കെ വെച്ചാണ് അവർക്ക് അഗേൻസ്റ്റ് ഫൈറ്റ് എടുത്തത്. അപ്പം നമുക്ക് ഫൈറ്റ് എടുക്കാനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫൈറ്റ് എടുക്കാം. അവർക്ക് അല്ലാണ്ട് ഇങ്ങനെ ഫൈറ്റ് എടുക്കുന്നതിനോട് താല്പര്യമില്ല. അതേപോലെ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവർക്ക് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ വേറെ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അടിച്ചു തീർത്തിട്ട് അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. എല്ലാരും വന്നു. എല്ലാരും ഇന്ന് ഇങ്ങോട്ട് വാ, സംസാരിച്ചിട്ടോ പറഞ്ഞോളൂ. വണ്ടി സേവ് ചെയ്ത് എന്നിട്ട് ഇങ്ങോട്ട് വാ. കണ്ണില്ലാത്തവർ അല്ല, ആദ്യം സിറ്റുവേഷൻ പറയാം, എന്നിട്ട് കണ്ണില്ലാത്തവരെ പിന്നെ എല്ലാരും വാ. സരക്കണ്ണ ആമാരെ ഡ്രസ് ഊരിച്ചണ്ണോ? അല്ല നിന്നെ എങ്ങനെ മനസ്സിലാക്കിയ? എനിക്ക് അറിഞ്ഞോളാണ്. അവരെന്റെ വണ്ടി വാൻ ഇടിച്ച് വെള്ളത്തിലിട്ട് എന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ സക്കീർ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവന്മാര് ഇറങ്ങി കണ്ണയും ചെയ്ത് എന്നെ പിടിച്ചുകൊണ്ടുപോയി. നീ അല്ല നിന്നെ എവിടെട്ടാ പിടിച്ചത്? മറ്റേ ആ പമ്പിന്റെ അവിടെ താഴോട്ട് ഇടിച്ചു. ജോബിന്റെ ഇടയിലായിരുന്നാ? സംസാരിക്കാതെ എന്റെ വാൻ ഇടിച്ച് വെള്ളത്തിൽ കളഞ്ഞ് അവൻ എന്നിട്ട് അടിച്ചിട്ട് പേരെന്തരാന്ന് വെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഗ്യാങ്സിൽ എത്തിയിട്ടാണ് ഗ്യാങ് എന്ന് ചോദിക്കണേ. മനസ്സിലാവില്ല. ഇവൻ വാനായിട്ട് പോയപ്പോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമുക്ക് പുറത്ത് സംസാരിക്കാം. മനസ്സിലായി? അതിവിടെ സംസാരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഇപ്പൊ
ഇല്ലടാ സുനി, സംസാരിക്കാം. ഇല്ല, ഇല്ല, പുറത്തത്തെ വേറെ കാര്യം കാര്യമുണ്ട്. പുറത്തത്തെ കാര്യം വേറെ നമ്മളോട് കാര്യമുണ്ട്. സംസാരിക്കണം. വേറെ 2-3 കാര്യം കൂടി ഉണ്ട്. ഇപ്പം സിറ്റുവേഷൻ അവരെടുത്തതിന്റെ റീസൺ ഉച്ചയ്ക്ക് ഇന്ന് ഓൾറെഡി നമ്മൾ 2 ദിവസമായിട്ട് അവര് വെറുതെ നിൽക്കുമ്പോ KKPP എന്നും പറഞ്ഞൊക്കെ ഒന്ന് എന്തോ കളിയാക്കാറുണ്ട് എന്നുള്ള ആരോ വണ്ടിയിൽ അവരുമായിട്ട് എന്തോ അടുത്തൊന്ന് നിർത്തിയിട്ട് ഗ്യാങ് കൊണ്ട് വന്നിട്ട് പേരെന്തെന്നോ അങ്ങനെ അകത്ത് ആരൊക്കെയാണെന്നെന്തോ ചോദിച്ചു. അവർ പേര് പറഞ്ഞ് തിരിച്ച് എന്നിട്ട് എന്താ സ്രാങ്ക് ഇല്ലെന്നെന്തോ വില്ലുമ്പോൾ ചോദിച്ചു. അപ്പോൾ അവര് തിരിച്ച് ഈഗിള് എന്നുവെച്ചാൽ പരന്തുവാസം ഇല്ലെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വില്ലുമോൻ സ്നൈപ്പ് ആരാന്ന് പറഞ്ഞോ ആരോ പറഞ്ഞ് സ്രാങ്കിനെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്, സ്രാങ്കിനെ വിടാൻ പറ്റുമെന്ന് എന്തോ ചോദിച്ചത്. അപ്പം അതെന്തിനാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ, അതുകൊണ്ടാണ് സിറ്റുവേഷൻ തുടങ്ങിയത്. അതേപോലെ അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ താല്പര്യമില്ല ബ്രോ. ഇന്നിപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ അടിച്ച് തീർക്കാൻ എന്താണെന്ന് വെച്ചാൽ തീർക്കാം. അവർക്ക് ഡെയിലി സിറ്റുവേഷൻ എടുക്കാൻ ഇത് ഇങ്ങനെ സംസാരം കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനായിട്ട്. അല്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ സൈഡിലുള്ള എന്തിനാണെന്ന് കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അവരെ വിളിക്കാന്ന് പറഞ്ഞു. നമ്മളെ സൈഡിലുള്ളത് കേൾക്കണമല്ലോ എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് നമുക്ക് എന്തായാലും അടിക്കുന്നത് അടിച്ചു തന്നെ തീർക്കാം. അത് അപ്പം നിങ്ങളുടെ സൈഡിലുള്ള എന്തിനാണെന്നുള്ളത് കൂടി പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഈ ഫസ്റ്റ് ഈ ലീഡർ ആരാന്ന് വില്ലുമോൻ ചോദിച്ചു. അതിന് അവര് ലീഡറിന്റെ പേര് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും കോ ലീഡറിന്റെ പേര് എന്തുവാണ് മറ്റേത് അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അത് ഒരുമാതിരി സംസാരം ഊക്കി ചോദിച്ചോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റാങ്കിനെ പറഞ്ഞോളൂ. വണ്ടി നിർത്തിയിട്ട് പറയുക ഇമാരി വരും നോക്കാം എന്നൊക്കെയാണ് അവന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പറയും മുമ്പ്. നമുക്ക് കണ്ണ് കിട്ടിയ 2 ദിവസം നമ്മള് ഇതാക്കിയിട്ടില്ല. അതിന്റെ മുമ്പൊക്കെ ഉമാര് തന്നെയാണ് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. അതിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവരെ വിളിച്ചിട്ട് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് അടിച്ചു തീർക്കാം. അല്ല സരക്കണ്ണ മറ്റേ ഉമാര് KKPP എന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞില്ലേ, അത് കളിയാക്കിയത് ഒരുത്തൻ ചത്ത് മുതിക്കില് ഡെഡ് ബോഡി ആയി കിടന്നപ്പോഴാണ് ഞാൻ പോയിട്ട് KKPP തീട്ടം കിടക്കണം. ആ സിറ്റുവേഷൻ അല്ലടാ, അതായത് കുറച്ചു നാൾ മുന്നേ ഞാനും കുറച്ച് നാളല്ലടാ 2 ദിവസത്തെ 2 ദിവസം മുന്നേ 3-4 ദിവസം മുന്നേ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനും കണ്ണാപ്പിയും പോയിട്ട് KKPP വിളിച്ചത്. അത് ഉമ്മാര് തന്നെയാണ് ഫസ്റ്റ് വന്ന് നമ്മുടെ അടുത്ത് കൊണയടിച്ചത്. അപ്പോഴാണ് നമ്മൾ പറയണത്, അല്ലാണ്ട് നമ്മൾ ചുമ്മാ അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടമല്ല അവനെ കാണുമ്പോ. അവന്റെ ഒരു സംസാരം ഉണ്ട്, അവൻ നോക്കി സംസാരിച്ചോണ്ടാണ് തിരിച്ചു പറഞ്ഞത്. ഓ ചാറ്റിലിട്ട് എന്താ സ്കൂളില്ലേന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞതാണ്. അതൊക്കെ അവ അങ്ങനെ പറയണെങ്കിൽ അവരെ കൂടെ ഞാൻ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടാ, അതിന് ഇപ്പൊ എനിക്ക് മറുപടി ഇട്ടില്ല. ആൾക്ക് അർത്ഥം കേട്ടാ. അച്ഛനുണ്ടോന്നാണ് ചോദിച്ചത്. അല്ല ഓട്ടിസം ഉണ്ടാ ബ്രോന്ന് ചോദിച്ചു ഇംഗ്ലീഷില്. ഇതൊരാളെ തന്നെ മറുപടി ഒന്നുമില്ലടാ. അണ്ണാ ഇനിയിപ്പോ അടിക്കണോ എങ്ങനെ ഡയറക്റ്റ് വാറാണോ? ഇറങ്ങി കയറുവാണ്. ഞാൻ അവരെ വിളിക്കാം. അവരെ നമ്പർ ഒന്ന് ഇടാൻ പറയണ്ടാ. ഡ്രോപ്പ് നമ്പർ ഇടും. ഹലോ 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 ഞാൻ TV ന്നാണ് ബ്രോ, സരക്കാണ്. ഇതാരായിരുന്നു? ഓക്കെ ബ്രോ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ അവര് സംസാരിച്ച് അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് തന്നെ ഒരു സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പേര് ചോദിച്ചോണ്ടിരുന്നിട്ട് അവസാനം വാസു നിങ്ങൾ പരന്തുവാസു ഇല്ലേന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് കോലീഡർ ഇല്ലേ എന്നുള്ള രീതിയിൽ എന്തോ ഒരുമാതിരി ഊക്കുന്ന ടോണിലാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് അവരാണ് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവന്മാർ അങ്ങോട്ടാണ് പറഞ്ഞത്. കോലീഡർ ഇല്ലേ എന്നുള്ള രീതിയിൽ ഊക്കുന്ന ടോണിൽ ചോദിച്ചപ്പോഴാണ് സ്രാങ്കിന്റെ കാര്യം അങ്ങനെ പറഞ്ഞതെന്നാണ് അവന്മാര് പറഞ്ഞത്. അപ്പം എന്തായാലും ബ്രോ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഇതേപോലെ സംസാരിച്ച് കൊണ്ടുപോകുന്നതിനെക്കാട്ടും നമുക്ക് അടിച്ചങ്ങ് തീർക്കാം. അതെ ഇനി പ്രീ വാർ അങ്ങനെ 2ആയിട്ട് നീ കൊണ്ടുപോകണ്ട, ഒരു വാറായിട്ട് അടിച്ചങ്ങ് തീർക്കാം. മീറ്റിംഗ് വിളിക്കണ്ടായിരുന്നല്ലോ. മീറ്റിംഗ് ആയിട്ട് വിളിക്കണ്ട, ഞങ്ങള് വാർ ഡിക്ലെയർ ചെയ്യാം. നിങ്ങള് ഓക്കെ ബ്രോ, നിങ്ങൾക്ക് എത്ര ടൈം പറഞ്ഞു ചോദിച്ചിട്ടൊന്നും പറയാം. അണ്ണാ ഇവനൊക്കെ ബ്രോ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ?
ഞാൻ അവിടെ ചെന്നപ്പോ അവന്മാര് ഞാൻ കയറട്ടെ എന്റെ അടുത്ത് അവിടെ ചെന്നപ്പോ അവന്മാര് ഷോക്കായിട്ട് സംസാരിച്ചെങ്കിൽ ഞാൻ ഷോക്കായിട്ട് സംസാരിച്ചാ പോരാടാ. അവിടെ ചെന്നിട്ട് അമ്മാര് ഹോസ്റ്റേജ് ഇരിക്കുകയാണ്. അപ്പൊ അമ്മമാർക്ക് ഷോ ഇറക്കണം. എടാ അവന്മാര് എന്നെ കുറിച്ച് നല്ലതൊന്നും പറയത്തില്ലായിരിക്കും, എനിക്കറിയാം എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുന്നത് ഊഹിക്കാമല്ലോ. അതിപ്പോ എല്ലാ ഗ്യാങ്ങും എനിക്ക് പറയുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് സംസാരിക്കുക ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചാലേ നമുക്ക് റോങ് ആകാൻ പറ്റൂ. അമ്മാരിപ്പോ ഹോസ്റ്റലിൽ വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ അമ്മമാർക്കൂടെ എന്റെ അടുത്ത് റോങ് അടിക്കാം, മനസ്സിലായി? എന്റെ അടുത്ത് റോങ് അടിച്ച് സംസാരിക്കാം, എന്റെ ഹോസ്റ്റലിൽ മിണ്ടാറാന്ന് പറയാം എന്റെ അടുത്ത്. പക്ഷെ അമ്മമാർ അങ്ങനെ സംസാരിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. അത് അമ്മമാരെ ലീഡറാണ് വിളിച്ചത്, മനസ്സിലായോ? അമ്മമാരെ ലീഡർ സേവിയർ എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ആരെന്ന്. വളവാളാരൊക്കെ എനിക്ക് സംശയമുള്ള വണ്ടിയല്ല ഒരു 6 മണിക്ക് ഇറങ്ങി 15 പേര് ആരൊക്കെയാണ്? എനിക്ക് വരെ ആരെങ്കിലും കേറുന്നേ കേറിക്കോ. ഞാൻ കുറെ നാളെ GTA സിറ്റുവേഷൻ ഒന്നും എടുത്തിട്ടില്ല. എനിക്കൊരു മറ്റേ എന്താ പേടിയം പോലും ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാവരും POV റെക്കോർഡ് ചെയ്യണ മുമ്പ് ടാസ്ക് മാനേജർ എടുത്ത് ഡൗട്ട് ഉണ്ട്. അതെ, മുണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ മെഡലാണ്. അപ്പൊ മറ്റേ കില്ലെടുക്കുമ്പോ ബാക്കിലോട്ട് 2 മിനിറ്റ് റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യണത്. അത് ഇപ്പൊ എന്ത് ചെയ്യും? അല്ല, ഫുൾ POV വേണം. ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ റെക്കോർഡ് എന്നിട്ട് മെഡലാന്ന് പറഞ്ഞിട്ട് അത് OBS റെക്കോർഡിംഗ് ഓഫ് ആക്കിയിട്ട് പിന്നെ മെഡൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാനും മെഡലാണ്. ഞാൻ ഒരു കാര്യം പറയാം. POV ഇല്ലാത്തവരടുത്ത് PvP ബാന് 30 ദിവസമാണ്. ഒന്നാമത്തെ കാര്യം ടാസ്ക് മാനേജർ കാണിക്കുക, മറക്കരുത്. ടാസ്ക് മാനേജർ കാണിച്ചിട്ട് POV റെക്കോർഡ് ചെയ്യുക. പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും AFK അടിച്ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. PvP ബാന് 30 ദിവസമാണ് POV ഇല്ലെങ്കിൽ. ഓക്കെ, എന്റെ വണ്ടി പുറത്തുണ്ട്. ഞാൻ പുറത്ത് വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ ആരൊക്കെ ഇറങ്ങണേ? ഞാൻ ഇപ്പൊ മെഡൽ മാറ്റി OBS ആക്കിട്ടാ പറഞ്ഞേ. ഹലോ. ഓക്കെ, പിന്നെ വേറൊരു കേസ്. ലൈനപ്പ് ആർക്കൊക്കെ കളിക്കാൻ താല്പര്യമുള്ള പറ. മളവാളിന് കളിക്കാൻ താല്പര്യമുണ്ടോ? സുനിക്ക സുനി എനിക്ക് 50-50. 50-50യാ? അതെന്തിനു? ആണോ അല്ലേ? കാരണം നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മെയിൻ ലൈനപ്പ് മൊത്തം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിലേ ഞാൻ കയറണുള്ളൂ. ഞാൻ പറയണ കേക്കാവോ? ഹലോ അണ്ണാ, അവരടുത്ത് മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞോ? അവരെന്നെ വിളിച്ചു, അവർ ഇങ്ങോട്ട് വിളിച്ചെന്നെ. മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് വാർ ഡിക്ലെയർ ചെയ്യുന്നതാണ് ബെറ്റർ. അതെന്തല്ല അവര് പറഞ്ഞു മീറ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ? കാരണം അവരിപ്പോ വിളിച്ചു മീറ്റിംഗ് ആയിട്ട് ഇപ്പൊ വേണ്ടല്ലോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. ഞാൻ ചോദിച്ചോ ഒന്നുകൂടി വേണോ ചോദിച്ചോ. ഒന്നും കൂടി ചോദിരേ, ഒന്നും കൂടി അവരെ ക്ലാരിഫൈ ചോദിരേ. അവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് വാർ വിളിക്കാന്നുണ്ട്, അതുകൊണ്ടാ. അവര് എന്നിട്ട് ലാസ്റ്റ് മറ്റേ തരികിട പമ്പന്നൊക്കെ പറയും. ഞാൻ പറയാം, ലൈവാണ്, കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ റോള് നിങ്ങൾ മീറ്റിംഗ് കോൾ ചെയ്യണം തന്നെ. ആണ് മീറ്റിംഗ് വിളിക്കണം. നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഉണ്ട്, അറിയാമല്ലോ. അറിയാം. അവിടെ പോണം, അവിടെ പോണം, സംസാരിക്കണം. അവരെടുത്ത് വെച്ചപ്പോ അവര് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സെർവർ റൂൾ ഇങ്ങനെയാണ്. ഇപ്പൊ നാളെ പിന്നെ എല്ലാരും അങ്ങനെ മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ ഹെലി നമുക്ക് ലിവർ അടിച്ചിട്ടില്ലായിരുന്നു. ബട്ട് നമുക്ക് കളർ മാറ്റി തരുന്ന വിളിക്കാം, ഞാൻ ഹെൽപ്പ് വിളിക്കാം. പക്ഷെ അത് കളർ മാറ്റാൻ കറണ്ടിലുള്ള ഇതിൽ ഹെലിയിൽ കളർ മാറ്റാൻ പറ്റത്തില്ലേ? ഡിഫോൾട്ട് കളർ എന്താ ഹെലിയുടെ? ഇല്ല, ഉള്ളേ ഉള്ളു. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റേ ഹാൻഡിലിംഗ് അപ്ഡേറ്റ് ആയി.
അണ്ണ മീറ്റിംഗ് വിളിക്കണം. ഇതാ ഇവിടെ വന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് വിളിക്കണം. ആ ഇല്ലെങ്കിൽ എല്ലാരും ബാക്കി എല്ലാരും ഇങ്ങനെ ചെയ്യുമോ? മീറ്റിംഗ് എന്ന് പറഞ്ഞ ഇവിടെ റൂളായിട്ടുണ്ട്. മീറ്റിംഗ് ഉണ്ടാവണം. ഇവിടെ മീറ്റിംഗ് വിളിക്കണം. അപ്പം എല്ലാരും കൂടി വരണമെന്നില്ല. എന്നാലും ഗുലാമ്പ പിന്നെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന അണ്ണാ ഞാൻ നല്ലൊരു ഐഡിയ പറയട്ടെ. മീറ്റിംഗ് വിളിച്ചല്ലേ, നമുക്ക് എല്ലാവർക്കും റെഡി ആയിട്ട് മീറ്റിംഗ് ഏരിയയിൽ പോയി നിക്കാം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വാറ് അത് പറ്റൂല. ഇവിടെ പറ്റൂല. ഇവിടെ വാറ് വിളിക്കുമ്പോ നമ്മളെല്ലാരും ഗ്യാങ് ഹൗസിന്റെ അകത്ത് വേണം. അങ്ങനെയാണ് റൂള്. അവിടേക്ക് ഞങ്ങളെന്തായാലും പോയിട്ട് വരാം. ഇവിടെ നമ്മളാരും ഗ്യാങ് വണ്ടി വെളി കിടക്കുന്ന അതാരും കൊണ്ടിട്ടിരിക്കുന്ന താത്തിട്. അവന്മാർ 3-4 വണ്ടിയിലൊക്കെയാണ് വരണടാ. നിങ്ങൾ 2-3 വേണ്ട ഞങ്ങളവിടെ അവിടെ അടിയൊന്നും ആവത്തില്ല. അതുകൊണ്ട് പേടിക്കണ്ട, കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്ക് അല്ല ഞാൻ പിന്നെ അവന്മാര് 3-4 വണ്ടി വരട്ടെ. നമ്മളൊരു വണ്ടി മതി. അല്ലടാ, അവിടെ നിന്ന് വീണ്ടും വന്ന് നിങ്ങൾ ആ സമയം കൊണ്ട് പെട്രോൾ മേടിച്ചു വെക്കുക, പെട്രോൾ ക്യാൻ എടുത്ത് വെക്കുക, ബുള്ളറ്റ് മേടിക്കാൻ പോവാ, ബ്ലാക്ക് മണി അടുത്തേക്ക് മേടിച്ചിട്ട് ബുള്ളറ്റ് മേടിക്കാൻ പോവാ. ഈ പരിപാടിയൊക്കെ പോയി ചെയ്യും. ബ്ലാക്ക് മണിയോ? വാറിന്റെ ഇടയിൽ ഇതുണ്ടോ മറ്റേതുണ്ടോ? എന്തോന്നുണ്ടോ? നമ്മള് മറ്റേ ഓർമ്മിച്ച് വെച്ചാണേ. ബ്ലാക്ക് മണി സാധാരണ അതിനല്ല എല്ലാവരും വിളിക്കുന്നത്. എടാ വണ്ടി അപ്പാക്കാൻ പൈസ കാണുമല്ലോ. വണ്ടി അപ്പാക്കാൻ 2 കോടി രൂപ ഒരു വണ്ടി. അപ്പാക്കാൻ 2 കോടി രൂപ. ഞാൻ 2 വണ്ടി 4 കോടിക്കാണ്. ഞാൻ നിനക്ക് ചാവി എന്തെങ്കിലും തന്നാ? എടാ നിനക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമോ? എടാ എന്റെ കയ്യിൽ ചാവി വേടാ. എന്റെ വണ്ടി തുറക്കാൻ പറ്റുള്ള വൈൻഡ്വുഡിൽ ഞാൻ മാർക്ക് ചെയ്തേ. ഞാൻ വൈൻഡ്വുഡിന്റെ എവിടെ പെട്ടെന്ന് വൈൻഡ്വുഡ് മാർക്ക് ചെയ്തു. എന്റെ മേളിലല്ലേ പെട്ടെന്ന് ആ മാർക്ക് നോക്കി വന്ന ലൊക്കേഷൻ തുറക്കാൻ പറ്റുള്ള മാർക്ക് ചെയ്ത്. അയ്യോ ഈ മാർക്ക് പറ്റിയ പിന്നെ മണ്ടേ കൂടെ പോട്ടെ. അവിടെ ആ ടവർ ഉണ്ട്. ആ ടവർ അവിടെ മാർക്ക് പറ്റിയ മാർക്ക്. പിന്നെ എടാ പിങ്ങിന്റെ കാര്യം പറഞ്ഞുതരാം. പിങ് മാർക്ക് സ്പേസ് എഡിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും. പിന്നെ അതിന്റെ അകത്ത് ഒരു മെനു വരിക. അതിന്റെ അകത്തുള്ള നമ്പേഴ്സ് നീ കറക്റ്റ് അറിഞ്ഞൂടാ. അതാണ് പിങ്ങിന്റെ. മാർക്ക് ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മണവാളിനെ ബന്ധപ്പെടുക. ഓവർ ഓവർ. പിങ്ങിന്റെ കാര്യം എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. അത് എടാ T/മാർക്ക് സ്പേസ് എടുത്തിരിക്കണേ, എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അവിടെ എല്ലാരും വിളിച്ചു വിളിച്ച് പറഞ്ഞു. നീ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടാ മതി മണവാള. ആ വാല്യൂ ഓൾറെഡി നമ്മളെ കൂട്ടത്തിലുള്ള ആ ഒരു മീറ്റിംഗിന് അവിടെ എത്തി. അല്ലല്ല അത് വേറെ നമ്മളല്ല. അവന്മാരല്ലേ അത്? അവന്മാരല്ലേ നമ്മളല്ലല്ലോ. അവന്മാരാണ് ഞാനേച്ചാടെ നിർത്തിട്ട് മറ്റേ നോക്കാണ് നിർത്തിട്ടൊന്ന് ഇവരൊക്കെ ഡ്രസ് കണ്ടാ മറ്റേ നമ്മളെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് അടികൊണ്ട് ചാവും കേട്ടാ. ഇത് കണ്ടോ? ഇത് നോക്ക് ഗയ്സ്, ഇത് കണ്ടാ നമ്മളെ തന്നെ വിചാരിക്കൂ. ഹലോ ആ ബ്രോ, അപ്പം നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ മീറ്റിംഗ് ആയിട്ട് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്.
12 കാര്യം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാറ വിളിക്കാം നിങ്ങളപ്പം റീസൺ ഓൾറെഡി നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് നിങ്ങൾ റെഡിയാകുമ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ ലൊക്കേഷൻ ഓക്കെ ഓക്കെ ശരി നിങ്ങൾ പറഞ്ഞ ശരി ഓക്കെ എടാ അടുത്ത ഓറഞ്ച് അല്ലേ ഡ്രസ് പക്ഷെ കണ്ടാ റെഡ് തോന്നുന്നു റെഡ് കണക്കായിരിക്കണ അകത്ത് എഴുതിക്കുന്നില്ല ചൈനീസില് അത് ലൈക്ക് അടിച്ചല്ല ലൈക്ക് അടിച്ചല്ല ലൈക്ക് അടിക്ക് ലൈക്ക് അടി അതല്ലേ ഞാൻ അതിന് നോക്കി നമ്മളെ എന്തിനും ഇവിടെ വന്നിരിക്കണെന്ന് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാ നമ്മളെ ആൾക്കാർ നേരത്തെ എത്തിയടാ ഹലോ പറടാ അണ്ണാ അവന്മാരുടെ ഡ്രസ് നമ്മളായിട്ട് പെട്ടെന്ന് സിമിലർ ആയിരുന്നു രായ മീറ്റിങ്ങിനോട് ചെന്നിട്ടുണ്ട് അണ്ണ നമ്മളെ പിള്ളേർ ഓൾറെഡി അവിടെ എത്തിയല്ലേ അത് എന്തായാലും ചേഞ്ച് വരുന്ന പഴയ കോട്ടും അല്ലോ പഴയ അങ്ങനെ ഇടാൻ പറ്റുമോ കഷ്ടപ്പെട്ട് ഡ്രസ്സും ഗ്യാങ് ഡ്രസ്സും പണിച്ചിട്ടിട്ട് നമ്മളല്ല പഴയ ഡ്രസ് ഇട്ടാണ് പുതിയ പണി അവന്മാരാണ് മാറ്റേണ്ടത് നമ്മള് കറക്റ്റ് ആണ് അവരുടെ എന്ത് നമ്മുടെ വിലയൊക്കെ തന്നെ ഷോപ്പ് പോലെ ഇരിക്കണം അവരെ ഷോപ്പ് കണക്കാണ് ഇരിക്കുന്നത് നമ്മളതാണ് നമ്മക്ക് അവരെ കണക്കുള്ള സംഭവം അവരോട് പറഞ്ഞു നമ്മളായിട്ട് പറയണെങ്കിൽ കോമഡി ആയിരിക്കും ഇവിടെ അഴിച്ചു ഈ പിങ്ങിന്റെ കീബോർഡിന് അണ്ണാ അടിച്ചു ബ്രോ താങ്ക് യു ഫോർ ദ 37 ഫാസ്റ്റ് താങ്ക് യു ഫോർ ദ 200 സരക്ക് വന്നെങ്കിൽ കഴിച്ചു ഓക്കെ 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 എടാ ഞാൻ ലൈനപ്പ് പറയാമേ സ്റ്റീവ് ഓക്സി വില്ലുമോൻ സാവേജ് സ്നൈപ്പ് ഇറ്റാച്ചി നിക്ക് കിണ്ടി കെവിൻ രായൻ ഗുലാൻ ഫ്ലഫി സ്പീഡ് ബാലൻ സുനി ഇത്രയും പേര് കയറും ഓക്കെ ആടാ മനസ്സിലായി ഒരു കാര്യം പറയാവുന്നതാണ് നിങ്ങൾ വാർ വിളിക്കുമ്പോ ഗ്യാങ് ഹൗസിലായിരിക്കണം അകത്തെ നിൽക്കാനുള്ളത് പറഞ്ഞു ഗേറ്റിന്റെ അവിടെ നിൽക്കാം ഗേറ്റിന്റെ അവിടെ വരെ നിൽക്കാം മനസ്സിലായി വേറെ എല്ലാ മെമ്പേഴ്സേ ഗ്യാങ്ങിന്റെ എല്ലാ മെമ്പേഴ്സ് ഓക്കെ അയ്യോ സരക്കണ്ണ ഞാനൊരു കാര്യം പറയട്ടെ സരക്കണ്ണ കളിക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം കൊറേ നാളായില്ലേ എല്ലാവരുടെയും ഇത് മാറി മാറി കിടക്കായിരിക്കും അപ്പൊ അണ്ണൻ പറഞ്ഞു ഞാൻ പട്ടി തീട്ട അണ്ണാ ഞാൻ അണ്ണൻ DMA കളി ഞാൻ അതുപോലെ ഞാൻ DA കളിച്ചില്ല ഇതിനെ കളിച്ചില്ല അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് ഇവിടുത്തെ മെക്കാനിക്സ് ഒന്നും അറിയത്തില്ല അല്ല അണ്ണൻ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ മനസ്സിലായി പറഞ്ഞാലേ ഇല്ലടാ അതൊന്നും സീനൊന്നുമില്ല അവര് കളിക്കൂടാ ഞാൻ കളിക്കുന്നേക്കാളും ഒരാൾ നല്ലോണം കളിക്കുന്നവരുണ്ട് അതല്ലേ നല്ലത് നീ അങ്ങനെ ചിന്തിക്കും വെടിവെക്കുന്നതിലല്ലോ എന്റെ ഇറ്റാച്ചി നീ നോക്കിക്കോളൂലേ ഓക്സിയുടെ ഇറ്റാച്ചിനെയും പറഞ്ഞു രണ്ടുപേരും രണ്ടാമത് തന്നെ പറഞ്ഞു ഓക്സിയുടെ അത് ഇറ്റാച്ചി എന്നും പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു ഹലോ ഹലോ അല്ല വിളിച്ചായിരുന്നോ ചാടി ചവിട്ട് ഫ്ലഫി കളിക്കാൻ പറഞ്ഞാൽ കളിക്കാം എന്താ നീ ഇങ്ങനെ നീ ഞാൻ ഉടനെ കളിക്കുന്നുള്ള എടാ ഇറ്റാച്ചി പറയുന്നത് കേൾടാ ഞാൻ കളിച്ചിട്ട് കുറെ ദിവസം ആടാ അതുകൊണ്ടാണ്ടാ പറയുന്നത് സീരിയസ്ലി അതുകൊണ്ടാ ഞാൻ TDA പോലും കളിച്ചിട്ടില്ല അപ്പൊ ഞാൻ പബ്ജി കളിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തിനു ചെയ്താലും പബ്ജി മൈൻഡേ വരും ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അല്ലടാ ഞാനേ ചുമ്മാ കുത്തിച്ചിറക്കുന്നടാ ഞാൻ കൊണ്ട് കുത്തിച്ച് ചുമ്മാ ഇറങ്ങുന്നു മനസ്സിലായി ഇന്നലെ തന്നെ വീഡിയോ കൺസേവിന് മൊത്തം ഞാൻ വെറുതെ കൊണ്ട് കുത്തിക്കായിരുന്നു അപ്പൊ എനിക്ക് ഫസ്റ്റ് വാറില്ല അപ്പൊ ഞാൻ
അറിഞ്ഞൂടാ 3 വണ്ടി കൂടി എന്നെ പോലും വന്നു. അതല്ല ഞാൻ കളിക്കാം ആരിലും വണ്ടി ആരിലും പക്ഷെ വേറെ ആരും വണ്ടി എടുക്കും. എനിക്ക് വണ്ടി എടുക്കാൻ വയ്യ. ഞാൻ വണ്ടി എടുത്താൽ ഞാൻ അവിടെ കുത്തിക്കുന്നത് ശരിയായിരിക്കും. എനിക്കറിയാം അണ്ണൻ എന്റെ അടുത്ത സ്നേഹം. അണ്ണൻ പിന്നെ അണ്ണൻ എന്റെ അടുത്ത് മാത്രം സ്നേഹമുള്ള പറഞ്ഞു. അണ്ണ ഒരു 3 ജോയിന്റ് തരുമോ? നിങ്ങളൊക്കെ എവിടെയാണ്? എനിക്കൊരു വണ്ടി എടുത്തരും ചേച്ചി. ഞാൻ ഓൾറെഡി എടുത്തടാ. സീറ്റ് ബെൽറ്റ് ഇടണമെന്നല്ലോ ഉണ്ടോ? 15 പേര് ലിസ്റ്റ് ഇട്ടിട്ട് ഇല്ല നീ മാറണമെന്നല്ല, ഞാൻ കളിക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇനി ഒരാളെ മാറ്റേണ്ടി വരും. അതിന് ആരെ മാറ്റുന്ന ഷോ മണവാളിനെ കൂട്ടിയാണ്. ഇല്ല മണവാളിനെ കൂട്ടില്ല, ബാക്കിയെല്ലാം മെയിൻ ലൈനെ പണ്ടാ. മണവാളിനെ കൂട്ടിയിട്ടാണ് നമ്മള് 16 ഇല്ലടാ മെയിനില് മണവാളിനെ കൂട്ടാതെ ഉണ്ടാ നമ്മള് 15 പേര്. 16 ആയിട്ട് ഞാൻ മനസ്സിലായ. പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ 16 ആവും. ഞാൻ മാറണ അതെന്തില്ലണ്ടി നീ മാറണ്ടടാ. നീ നല്ലോണം വെടിവെക്കുന്നല്ലേ ഇപ്പൊ. നീ മാറണ്ട. എന്തിനു നീ മാറുന്ന? പിന്നെ വേറൊരാളെ പറയണോ? എടാ ഞാൻ പറയട്ടെ, നിങ്ങൾ കളിയടാ. നിങ്ങൾ കളി, ഞാൻ പറയുന്നത് കളി. നിങ്ങൾ ധൈര്യമായിട്ട് കളി. പോ, നിങ്ങൾ ധൈര്യമായിട്ട് കളി. ഞാൻ കാല കത്തിപ്പോയാണല്ലോ ഞാൻ കയറാം. ഇവിടെ ഇപ്പൊ ഉണ്ട്. ആരെ കത്തിപ്പോയാലും ചെയ്താൽ ഞാൻ കയറിക്കോളാം. നീ മനസ്സിലായി. എല്ലാരും സുനിനെ മാറ്റാൻ പറയടാ. മനസ്സിലായി. വേണ്ട രായ നീ കളിയടാ. പറയുന്നത് കേള്. നീ കളിക്കണമെന്നുള്ളണ്ടല്ലേ പറഞ്ഞത്. നിനക്ക് വെടി കൊള്ളുന്നുണ്ടോണ്ടല്ലേ പറഞ്ഞ. നീ ആ ബോട്ടിനെ അടിക്കാൻ വരെ പോകുമ്പോഴേ നിനക്ക് എയിമുണ്ട്. എൻ്റെ വെടി കൊള്ളുന്നില്ല. ആ ദിവസം കഴിഞ്ഞ ദിവസം ബോട്ടിനെ അടിച്ചിട്ട് പോലും കൊണ്ടില്ല മറ്റേ. അതുകൊണ്ടാണ് പറഞ്ഞത് കളി അങ്ങോട്ട്. നീ കളി ധൈര്യം കളി. അല്ല എനിക്ക് സീനൊന്നുമില്ല. അല്ല അണ്ണൻ വേണം. എടാ ഒരു എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്തിനാണ് ഇവ വലിയ ടീമൊന്നും അല്ലല്ലോ ഇപ്പൊ അടിക്കുന്നത്. മാറ്റാ ബ്രോ. ഇല്ല ബ്രോ, അത് ഷോക്കാണ് ബ്രോ. അത് ഞാൻ ഇനി മാറ്റുന്ന ഷോക്കാണ്. ആരെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ കയറാം. ഞാൻ ഇവിടെ തന്നെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ കയറാം. ഞാൻ പറഞ്ഞു ഉമ്മാര് കളിക്കുക. അവര് ചുമ്മാ കളിച്ചോളൂ. ജോയിന്റ് ആണോ? അല്ല അണ്ണന്റെ വക ഒരു ജോയിന്റ് കിട്ടി മാച്ചിൽ ഐശ്വര്യാണ്. അത് 10 ആണെങ്കിൽ എല്ലാരും ഗ്യാങ്സിനകത്ത് വേണേ. ആരും വെളിയിക്കല്ലേ. എല്ലാരും ഗ്യാങ്സിനകത്ത് വണ്ടി എടുത്ത് സെറ്റായിട്ട് നില്ല്. സ്നൈപ്പ് ഒരു വണ്ടി ഫ്ലഫി എടുത്തോ. ഞാനില്ല ഫ്ലഫി. കളി പറഞ്ഞു ഞാൻ ആരെങ്കിലും കളിച്ചുപോയാലും കേറാ പുണ്ടച്ചോട്ട്. ഇത്ര മര്യാദ കേറാ പോടാ. നീ എന്തിനു പറയുന്നടാ റഫി? പോയി കേറാ അങ്ങോട്ട്. എടാ ഞാൻ ഇല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് എന്തിനാണ് പറയുന്നത്? നീ വണ്ടി എടുക്കണ്ട. നീ ബാക്കി ഇരുന്നാ മതി. വെയിറ്റ്. ഈ വണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞു പിന്നെ അതിന് സംസാരിക്കട്ടെ. ഡാഡി കിട്ടും. വണ്ടി ഒന്ന് നിരത്തി വെക്കോ. എടാ കെവിനെ ഒരു വണ്ടി ഇട്ട് ഫ്ലഫിനെ കേട്ടാ. കെവിനെ ആദ്യം വെച്ച് പൊട്ടാച്ച്. കെവിനെ ഒന്നും പറയണ്ട. ഒരു കത്തി കെവിനോടാ കേറ്. ഇവരെ അടി കൊടുത്ത് പിടിച്ച് കേട്ടാ. വണ്ടി കേട്ടാ. അറിഞ്ഞൂടാ. അവര് കളിക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ അപ്പൊ ഇത്രയും കാലം നീ എവിടെ നിന്ന് കളിച്ചത്? മറ്റു വേറെ ഗാങ്ങിലൊക്കെ ഉള്ളപ്പം സർക്കണ്ണ അവിടെ ഉണ്ടായിരുന്ന
ആ എന്നാ നീ ഓടിച്ചോ വണ്ടി ഓട്ടിച്ച് എന്തൊരു പയ്യൻ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് 200 നിഷാൻ ബ്രോ. നിഷാൻ ബ്രോ താങ്ക് യു. ലാസ്റ്റ് ഗോൾ ഞാൻ തന്നെ ഹൈപ്പർ ക്രൂസർ. ലേറ്റ് കുഴപ്പമില്ല. ഗോൾ ഓഫായി, ഓഫ് സൈഡായി, എന്നാലും കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് 200. എടാ ഒരു ചെറിയ പ്രശ്നോടാ, എനിക്ക് മറ്റേ പോലീസിന്റെ സൈറൻ കേട്ടോണ്ടേ ഇരിക്കണടാ. ഒന്ന് ഇറങ്ങി ഇവിടെ എല്ലാരും അപ്പൊ ആരൊക്കെ വണ്ടി എടുക്കുന്നവരൊക്കെ പേര് പറ. ഒന്ന് ഇറ്റാച്ചി, ഒന്ന് ഓക്സി, ഒന്ന് സ്നൈപ്പ്, ഒന്ന് ഫ്ലഫി, പിന്നെ ആരാണ് കെവിൻ ഒന്ന്, പിന്നെ ആര് ലാസ്റ്റ് വണ്ടി ആരാണ്? ആ പറഞ്ഞു, നിന്റെ പറഞ്ഞു. ബാലൻ. ഓക്കെ, ബാലൻ എടുത്തോ ലാസ്റ്റ് വണ്ടി. അതെ, നിങ്ങൾ ഫസ്റ്റ് വാറ കൊണ്ട് കാര്യം പറഞ്ഞത്, വാറ വിളിച്ച് അക്സെപ്റ്റ് പറഞ്ഞു. ഞങ്ങള് വെളി ഇറങ്ങത്തില്ല, അതുവരെ എവിടേക്ക് എത്തുള്ളൂ, അക്സെപ്റ്റ് ആയിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പൊ എല്ലാരും ഞാന് സാവേജ് ടൈപ്പാ. സീനെന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഡ്രോപ്പ് 30-40 ഒട്ടും പറ്റില്ലെങ്കിൽ ഞാൻ മാറിത്തരാട്ടെ, നിങ്ങൾ ഓടിക്കണേ. രണ്ടുപേര് മതിയല്ലേ? ഒഴിവാക്കി, ഇനിയില്ല. ആകെ 5 കൊക്കേനും പറയടാ. ഏതാടാ വണ്ടി? ഫ്ലഫിയുടെ ബാക്കിലത്തെ വണ്ടിയാടാ, ബാക്കിലത്തെ വണ്ടി, ബാക്കിലത്തെ ഏറ്റവും ബാക്കിലത്തെ അവന്റെ ടയറൊന്നും ഇല്ല. എന്നാ പോയിട്ടോ. ആര് വിളിച്ചാ? ഡിക്ലെയർ വിളിച്ചാ? ഇല്ലല്ലോ. ഡിക്ലെയർ എത്ര വണ്ടി? 1 2 3 4 5 6 6 വിളിച്ചോ? അപ്പൊ ഞാൻ കണ്ടില്ല വിളിച്ചതായിട്ട്. ബ്രോയുടെ നെയിം എന്താ? എൻ്റെ നെയിം അഭിഷേക് എന്നാണ് ബ്രോ. റിയൽ ലൈഫ് നെയിം അഭിഷേക്, ഡിസ്കോഡ് നെയിം AKH. 1 2 3 4 5. അതെ, ഞാൻ DC കേട്ടിട്ടുണ്ട്. ഓക്കെ ബ്രോ, വെൽക്കം. എവിടെ ഈ യൂട്യൂബ് മോഡ് ആക്കിയിട്ടുണ്ട്. യൂട്യൂബ് മോഡറേറ്റ് ആക്കിയിട്ടുണ്ട്. ഡിസ്കോഡ് മൊത്തം ഒന്ന് പണിയാണ് ഗൈസ്. Noel, hi bro, welcome to the stream. Thank you for the sub bro. Welcome. Guys, വെറും 44 more subscribers to 3k. Guys, ഇന്ന് 3k അടിക്കാൻ പറ്റുമോ? ഗൈസ് 3k അടിക്കാൻ പറ്റുമോ? അഭിഷേക് ഒരു ഉമ്മ തരുമോ? ഉമ്മ. കെവിൻ ബ്രോ, ഹൈ, വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. TV ആയിട്ടില്ല. ഓക്സി പറ. ഒന്നുകൂടി മറ്റേ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി സേവ് അടിച്ചു വെച്ചാൽ അങ്ങനെയാണ് പുതിയ വാലറന്റ് അല്ല, ഇപ്പൊ ഏതോ വേറെ ഏതൊരു സാധനമാണ്. ഇതെന്തടാ അവൻ കരയും ചിലപ്പോ.
ഞാൻ എന്താ അക്സെപ്റ്റ് ചെയ്യാത്ത എന്റെ ഫോർമാറ്റും തെറ്റിയാ ലൈവ് കാണുന്ന എല്ലാരും ഫോർമാറ്റ് തെറ്റിയ ഏജ് ടെക്സ്റ്റൈൽസ് ആണ് അക്സെപ്റ്റ് ചെയ്യൂലേ? ഫോർമാറ്റ് ഒന്ന് പറഞ്ഞു ഗ്യാങ് ഹൗസ് കാണിക്കുക ബ്രോ, പിന്നെന്താ കാണിക്കാമല്ലോ. സത്യൻ ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം, താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ബ്രോ. വിപിൻ ബ്രോ ഹായ്, വെൽക്കം ടു ദ സ്ട്രീം. ഇതാണ് കേക്ക് ഇവിടെ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. 20 ഇവരൊക്കെ അവിടെ പോയി കേക്ക് ഇവിടെ ആൾക്കാർ. ബിജി എന്തെറ്റി അപ്പ് മേലെ? ആ സോറി, മിസ്സായിപ്പോയി, ഐ എം റിയലി സോറി. എടാ സ്ഥലമൊന്നുമില്ല, എവിടെ കണ്ടാലും എടുത്തിട്ട് പണം റിപ്പയർ ചെയ്യണവർക്ക് അണ്ണൻ ഒരു കാര്യം ചോദിച്ചിട്ട് അവന്മാരെ ഗ്യാങ് ഹൗസ് അവിടെ നിന്നാണ്. അപ്പൊ അവന്മാര് ഫ്രണ്ടിൽ തന്നെ വരും, ചിലപ്പോ ഇങ്ങോട്ടും വരും. നമുക്ക് വേണം എന്തുകൊണ്ട് ചെയ്യാം. മുതുക്ക് സൈഡ് വഴി പോവാണ്, സാന്റിയിലായതുകൊണ്ട് KTV സൈഡ് പോകുന്നില്ല. TV 5 വെക്കുന്നുണ്ട്. കുറച്ച് കട്ടെ 1 2 3 4. നമ്മളിവിടെ മുതുക്ക പുളിച്ചിട്ട് മറ്റേ എല്ലാരും കൂടെ മണി ടർഫിന്റെ അവിടുത്തെ റിപ്പയറിന്റെ അങ്ങോട്ട് അവിടെ നിന്ന് ഒരുമിച്ച് നിങ്ങൾ അങ്ങനെ അവിടെ എങ്ങനെയൊക്കെ എത്തിക്കൊണ്ടുപോകും. എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഇവിടെ ആരൊക്കെ തത്സമയം ഡിലേ ഉണ്ടോ? ഞാൻ അയ്യോ ഡിലേ കേട്ടോ, ഡിലേ ഇല്ല. സ്നൈപ്പ് ലൈവ് അല്ലേ? ഒട്ടും ഡിലേ ഇല്ല, അങ്ങനെയല്ല, ഒരു മീഡിയം. ഞാൻ മണി ടർഫ് റിപ്പയർ എത്തി. നിങ്ങളെല്ലാരും ഇത് കുഴപ്പമില്ല, ഡിലേ ഒന്നും ഇല്ലെന്ന് ചെയ്യുന്നില്ല. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ആദ്യം റിപ്പയർ TV എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കും. 5 വണ്ടി ബ്രോ, നമ്മൾ ചെക്ക് ചെയ്തത് 5 വണ്ടി. ഇപ്പോൾ ഇവിടെ വരും 5 വണ്ടി. രണ്ട് 3 4 വണ്ടിയായി ഇപ്പോൾ ടോട്ടലൂടെ. 5ാമത്തെ വണ്ടി. ഓ ഇവർ ഭയങ്കര ഇതാ കളിക്കുന്നല്ലേ. കൊള്ളാം. ആദ്യമായിട്ടാണ് TVയുടെ ലൈവാക്കി ചെക്ക്. ഫസ്റ്റ് ടൈം കാണുന്ന ഇങ്ങനെ ഇതല്ലാതെ ഭാഗ്യം. എടാ റെഡി അല്ലേ എസ്കോയും ഇവനെന്തേ ചെറുത്തനെന്തേ? അല്ലല്ല ഇത് GR പഠിക്കാൻ റെഡിയാണ്. GR 1 TV 2 KKB. ഓക്കെ നമ്മളെ യൂഷ്വലി കളിക്കണ ആ ഒരു മലയില് അങ്ങോട്ട് പോയാ അവന്മാര് G മലയിന്ന് മറ്റേ യൂട്രൂൾസ് മലയിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മള് നോർമലി കളിക്കണ മലയുടെ അങ്ങോട്ടേക്ക് പയ്യെ വരുന്നുണ്ട്. ഹെലി വിടറാ, ഹെലി വിട്. ഹെലി താഴെ കുത്തിയാ നോക്കിയാ മതി, ഹെലിനെ നോക്കല്ലേ. എടാ എനിക്ക് ബഗ് അടിക്കണ്ട, അവന്റെ കൂട്ടത്തിൽ ഒരുത്തന്നെ ഇങ്ങനെ മറ്റു വലുതായിട്ട് കാണും. അവരവിടെ ഇറങ്ങിയടാ. ആ ഓക്കെ സീനില്ല. എടാ കുറച്ച് ഒരുത്ത അഡ്വാൻസ് ഫ്രണ്ട് വന്നേ, സൈഡിൽ വന്നേ. എവിടെ? അവിടെ സൈഡിൽ കയറി. ഇറങ്ങിയിട്ടില്ല വണ്ടി. ഇറങ്ങി ഇപ്പൊ ഇറങ്ങിയേ. റൈറ്റിൽ ഒരു വണ്ടി ഒറ്റക്കോണ റൈറ്റില് ഒത്താൻ വരുമോ? അവനെ അവൻ പോടാ, അവൻ തിരിച്ചു പോയി. അവൻ പോടാ, അവനവിടെ വെയിറ്റിൽ നിക്കണാണ്, മനസ്സിലായ?
തമ്മിലൊന്ന് പിറ്റ് ചെയ്യാണ്ടിരിക്കും. കാരണം ഭയങ്കര FPS ഡ്രോപ്പ് വരും ഒരു പിറ്റില്, എന്താണെന്ന് അറിയത്തില്ല. ഈ വണ്ടി രണ്ടുപേരും കൂട്ടുമുട്ടുമ്പോൾ ഭയങ്കര FPS ഡ്രോപ്പ് അടിക്കും. ഇറങ്ങി അടിക്കാനാണെന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങി അടിക്കാനാണ്. ഇറങ്ങിയാലോ നമുക്കും കൂടെ. ഇപ്പുറത്തെ മല ഇറങ്ങി, ഇപ്പുറത്തെ മല ഇറങ്ങി, ഇപ്പുറത്തെ മലയിൽ ഇറങ്ങി. ഈ മലയിൽ തന്നെ ഇറങ്ങിക്കോ. ഇറങ്ങോണേ. അവന്മാര് കേറൂല്ലോ ഇപ്പൊ വണ്ടി. ഇവിടെ വന്നമാരെ ഇറങ്ങി അടിച്ചടാ. ഇറങ്ങി ടയറിങ്ങിലും അടിച്ചു പൊട്ടിക്കും. പറ്റണ വണ്ടിയുടെ ഒക്കെ ടയർ അടിച്ചു പൊട്ടിക്കും. വണ്ടി ആ വണ്ടി പിടി വണ്ടി കേറണ. എനിക്ക് കേറാൻ പറ്റുള്ളൂ. എവിടെ എത്തിയേ? അപ്പുറത്തോണ്ട് കുത്തിയല്ലോ. എല്ലാവർക്കും എടാ ഒരുമിച്ച് കുത്തിയല്ലോ അപ്പുറത്തോണ്ട്. ഉറപ്പാണ്. എന്നാ വണ്ടിയിൽ എല്ലാരും കേറി. ഞാനൊരു കാര്യം പറയട്ടെ, അവനെ ബാക്കിൽ നിന്ന് കുത്തല് നടക്കൂലളിയാ. ഒറ്റക്കുള്ള കുത്തിക്കഴിഞ്ഞാൽ ആ വണ്ടി ഒറ്റക്കായി പോയി ചാവുന്നുള്ളൂ. വണ്ടി കേറാനൊക്കെ ചെറിയ ഡിലേ ഒക്കെ ഉണ്ട് കേട്ടോ, നോക്കണേ. വണ്ടി ഓണാക്കി ഇറങ്ങി അടിക്കാം. ഇവിടെ എല്ലാരും ഇറങ്ങോ? ഒരുത്തിറങ്ങി ഇവിടെ ഓപ്പുള്ള ബാക്കിലാള് കുത്തി. നിങ്ങളുടെ ബാക്കിലാള് കുത്തി. അവന്മാരെ അടിക്കണം. ബാക്കി കുത്ത്. വണ്ടി കയറാൻ അമ്മാരാടി ഇവിടെ കുത്തിയേ. ഇറങ്ങി ഇവിടെ ഇറങ്ങ. പണ്ട് ഇവിടെ വണ്ടി അത് വണ്ടി കയറും നമുക്ക് പോവാം. ജന്മിക്കാൻ വന്നേ. കിണ്ടി വിടറാ. എടാ വില്ലു ഇവിടെ ഇറങ്ങി. ഇവിടെ ആളിറങ്ങി. എടാ ബാക്കിലാളിറങ്ങി. ഞാൻ KKP-യുടെ വണ്ടി എടുത്തേടാ. ഓ വേണ്ടേ, വേറെ പറ്റൂല. നമ്മളതാരോ കത്തി കേട്ടോടാ. എല്ലാരും ഇവിടെ കുത്തി. കുഴപ്പമില്ല. കേറ്. ഒറ്റക്കിട്ടിട്ട് പോലെ കളിയാ. ഈ മാർക്ക് അവിടെ കുത്ത്. വണ്ടി എടുത്തോണ്ട് പോയടാ കവറിട്ട. എടാ വണ്ടി എടുത്ത് പോലെടാ. നിന്നടിയടാ. വണ്ടി എടുക്കാൻ പറ്റില്ല. അടിക്കടാ. ഇടയ്ക്ക് വെച്ച് പകുതി വെച്ച് ഇതിയല്ലേ. ഇപ്പുറത്താ. വേറെ ആംഗിൾ പിടിച്ചാട്ടോ പറ്റുമെങ്കിൽ ഒന്ന്. വണ്ടി എടുത്തോണ്ട് പോയവര് ബാക്കിൽ കൊണ്ടുപോലെ വണ്ടി പോലെ ഇല്ല. നമുക്ക് സപ്പോർട്ടാണ് ഇവിടെ. അപ്പുറത്തേന്ന് അടിക്കല്ലേ വില്ലു. റീലോഡ് അടിക്കണ്ടേർന്ന്. ചുറ്റി വടിയുണ്ട് കേട്ടോ. KKB ചുറ്റി മടി.
വാസ്കോനെ അടിച്ചോടാ ഓപ്പൺ. ഓ ഈ സൈഡിൽ നിന്ന് ഒരു പുഷ് ടിവിയുടെ ഇവിടുന്ന്. ഓക്കെ ഓക്കെ ടി വി ഇവിടെ ബാക്ക് സ്റ്റാപ്പ് കുത്തും. ഓക്കെ ടി വി കെവിൻ ഡൗൺ, ടി കെ രായൻ ഡൗൺ. ബാക്കിലാരോ വന്നായിരുന്നല്ലേ, എനിക്ക് സാഹചര്യം ഇച്ചിരി ലേറ്റായി അങ്ങനെ യൂസൊക്കെ അടിക്കട്ടെ അവർക്ക്. എത്ര അടി അടിക്കോളൂ ഒരാൾ വീഴണം. ഓക്കെ ടി വി ഫ്ലഫി ഡൗൺ. ഓ ഇവിടെ ഇടിച്ച് കളിക്കുന്നു. ഓ ടി വി വില്ലു ഡൗൺ. ടി വി സീവി ഡൗൺ. ഹെൽമെറ്റ് കളഞ്ഞു പുണ്ണ. ഉണ്ടച്ചുവൻ ഉണ്ടച്ചുവൻ സാവേജ് ഡൗൺ. റാങ്കിട്ട് ഒരു അടി കൊടുത്തേ. ഹലോ ഓക്കെ ലെസിക്ക് ഇപ്പോ ബാക്ക് സ്റ്റാബ്. ആരാ കൂടുതൽ ഡൗൺ? ഓ ലെസി ലെസിനെ സോ എടുത്തെടുത്തെടുത്തു ഹോൾഡ് ഓൺ ആണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് കുമാര പ്ലേസിനെ ഒന്നും കാണാനില്ല. അവിടെ ഭയങ്കര ടൈം എടുക്കുന്നുണ്ടോ ഒരാൾ വീഴാൻ? എവിടെ ജിആർ അടിക്കുന്നവരവിടെ എന്തോ ഒരു കുറെ ഡൗൺ ആ. എന്തായാലും റാൻ ഡൗൺ. നൈസ് ഫൈറ്റ് ആയിരുന്നു ഇത്. 2 3 4 5 പൊളി ഫൈറ്റ്. ചത്താര് വീണ്ടും എണീച്ചു വരുന്നുണ്ട് അവിടെ. ഈ ഒരു ഏരിയയിൽ അടിച്ചു എണീച്ച് നിക്കണ മാതിരി മറ്റേ ഇതല്ലേ നോക്കല്ലേ. മോനെ നൈസ്. ഇതുവരെ ഉള്ള വാറിൽ ഞാൻ മാക്സിമം കുറച്ച് ടൈമെങ്കിലും നിന്നുള്ളൂ. ഇത് കൊള്ളാം. ഞെക്കുവായിരുന്നു ഞാന്. വില്ലോ സ്റ്റീവ് കൊണ്ടിരുന്ന് ഞെക്കണ സൈഡിൽ ഇരുന്ന് ഹെൽമെറ്റ് കടിച്ചിട്ട് കഴിഞ്ഞല്ലേ. ഇപ്പൊ എന്താണ് നമ്മള് 9 പേര് ഡൗൺ ആയി. വളരെ ചുരുക്കം. ജോൺ സ്റ്റീഫൻ ഉണ്ടെന്ന്. സ്റ്റൈലായിട്ടൊരു പയ്യൻ ആദ്യം വീണത് സ്റ്റൈലായിട്ടാണ് സെൽസിനെ നീയാണ് അടിച്ചിട്ടത്. ഫ്ലഫി ഞാനാ നിനക്ക് കിട്ടിയ നിനക്കാണ് അവനെ കിട്ടിയത്. ധൈര്യമായിട്ട് ഇനിയിപ്പോ ചാച്ചിക്ക് വന്ന് എന്താ മാത്രമേ പറ്റുള്ളൂ. കണ്ട് അയ്യോ കാരണം അവന് വെടി വെക്കാൻ പറ്റാണ്ടാണ് എന്റെ ഹെൽമെറ്റ് ഇടിച്ച് കൊന്നിട്ട് അവൻ വണ്ണച്ചു ആയി. അപ്പോഴാണ് നീ അവൻ ഇടിച്ചത്. സിറ്റുവേഷൻ എൻ്റെ 3 days സ്കൂൾ ലോൺ അപ്ലൈഡ്. ഓക്കെ പയ്യന്മാർക്ക് നമ്മളിവിടെ കാലുകുത്തിയതിന്റെ അന്ന് തൊട്ട് ഒരു സിറ്റുവേഷൻ എടുക്കണമെന്ന് അങ്ങ് ഭയങ്കര മുട്ടി നിക്കുവായിരുന്നു. വലിയ കഴിയായിരുന്നു. വലിയ ചേർന്ന് ഒരുത്തനെ അടിച്ചപ്പോ അങ്ങ് വലിയ മാസമായിരുന്നു. എന്തോ പറ്റി സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ ആരും ഈ മെക്കാനിസം കളിച്ച് ഒന്നും ഗ്രൈൻഡ് ഇട്ടില്ല. ഇവിടെ നമ്മള്
ഇവന്മാർക്ക് അടിക്കാമെങ്കിൽ ഈ ടൈമിൽ നമ്മൾ അടിക്കായിരുന്നു, അതുപോലെ ഇവന്മാർക്ക് പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ എക്സലാൻഡസില് മര്യാദക്ക് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് പറയുന്നത് KVA. അവന്മാരായിട്ട് എന്തായാലും അവന്മാര് വാറെടുക്കത്തില്ല, ഓപ്പൺ വാർ. ബാക്കി ഇവിടുത്തെ അണ്ണാമ്പണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചു വെച്ചിരിക്കുക. ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ, ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇത്ര ലോബിമാര് അറിയില്ല. അവന്മാർ ഇനി തല്ല് കൊള്ളുമ്പോ പഠിച്ചോളൂ, ഇനി മനസ്സിലാവും. ഇനി തല്ല് നല്ല കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല. അങ്ങനെയാണോ ഇവര് ഒരു ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണോ ഇവിടത്തെ? എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചത്. അല്ല സീരിയസ് ആയിട്ട് വെച്ചേട്ടാ, അങ്ങനെയല്ല ഇതുണ്ടോ ഹുക്കുമെന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലല്ല, ഞാനൊരു കാര്യം പറയണേ, നമ്മളിവിടെ വന്ന് എല്ലാം സോൾവ് ചെയ്ത് നമ്മളെല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പയ്യെ തുടങ്ങാന്ന് വെച്ചിട്ട് ഇവന്മാർക്ക് തുടക്കം വന്നതിന്റെ അന്ന് തൊട്ട് അങ്ങ് അടിക്കണം. വന്നതിന്റെ അന്ന് തൊട്ട് അവന്മാർക്ക് അടിച്ചേ പറ്റുള്ളൂ. അത് അവന്മാർക്ക് മുട്ടി നിൽക്കുമായിരുന്നു തല്ലുപള്ളികള്. കൊണ്ടു തുടങ്ങട്ടെ, ഇവിടെ നിന്ന് തുടങ്ങട്ടെ. ഇവിടെ വെച്ച് പൊട്ടിച്ചപ്പോ ഇനി ഇതെടുത്തിട്ട് വേറെ എടുത്തിട്ട് പോകും. ഞാൻ നോക്കിട്ട് ചാവത്തില്ല, നിങ്ങൾ അടിയോടടി. ഞാൻ എന്താ ചാവാത്ത? ഞാനേ ഇപ്പൊ ചാവുന്നില്ല ഒരുത്തമാര്. എന്തിനാണ് അത് ആലോചിക്കുന്നത്? ഇത് സംബന്ധിച്ച് ഒരുത്തിനെ മറ്റേ 3 പേരൊക്കെ ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണോ ആ രീതി കളിച്ചിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായി? ഇവിടെ ലൈക് പാണ്ടിക്കുത്ത തന്നെയാണ് ബെറ്റർ സത്യം പറഞ്ഞത്. നിക്കും സാവേജ് കൂടി കളച്ചത് നൈസായിരുന്നു. നൈസ് 2 കവർ നൈസായിരുന്നു. സാവേജിന്റെ പൊസിഷനിങ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ആടാടാ നിങ്ങളെ പോയിട്ടാ ചോദിക്കോ. ഞാൻ സംഭവം കളിച്ച നിങ്ങളെ വാറിൽ ഏറ്റവും കിടിലം ഒരു കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞാൽ നിക്ക് ഇവനാണ് സാവേജ്. നിങ്ങൾ കണ്ടോണേ ഇവിടെ ഇവിടെ വെച്ചൊന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കളി നമ്മളൊരു പോയെന്നല്ല, നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി ഇവിടെയാണ്. നോക്കിയോ ശിവമാര് നോക്കിയോ എന്താണ് ഇവിടെ കണ്ട. ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇവിടെ ഫൈറ്റ് എടുക്കാൻ ആൾക്കാർ വന്നു. പക്ഷെ 5 പേര് ഇവിടെ മനസ്സിലായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ്. ഇവിടെയാണ് ഫസ്റ്റ് ഫൈറ്റ് പൊട്ടുന്നത്. താഴെ ഫൈറ്റ് പൊട്ടി, പിന്നെ ഇവിടെ സ്നൈപ്പ് ഡൗൺ ആവും. പക്ഷെ സ്നൈപ്പ് വേറെ ഇവിടെ ആരും അമ്മമാരും ഡൗൺ ആവും. ഇറ്റാച്ചി ഇവിടെ ആരെയും വിക്കെടുക്കും. അല്ല സാവേജ് ഒരു വിക്കെടുക്കും, ഒരു രായ അടുത്ത വിക്കെടുക്കും. അവിടെ താഴെ എടുക്കും. രായനിപ്പോ ഒരു വിക്കറ്റാണ്. ഒരു വർഷം അടിക്കണോട് അവർക്ക് ചാവണമെങ്കിൽ സരക്കണ്ണ ഇത് നടന്നോണ്ടിരിക്കുമ്പോഴേ ഇവിടെ എന്താ കോള് കേൾക്കണെന്ന് അറിയാം. വലിയാന്നുള്ള കോളാണ്. ഞാനും ഓക്സി എന്നിട്ട് റേഡിയോ ഇരുന്ന് പറയാ വലിക്കല്ലേ അടിച്ചടിച്ച് കളിക്കുന്നത്. വലിക്കാതെ അല്ല ബാക്കിയുള്ളവരോട് വന്ന് കൂടെ സത്യം പറഞ്ഞ ഇവിടെ നിങ്ങൾ ഒരു വൃത്തിയുടെ പൊസിഷനിലോട്ട് എത്തി. അപ്പൊ നോക്കിയോ ഇപ്പൊ കണ്ട ഇവന്മാർ ഇവിടെ എത്ര മോള് കേറി. ഇപ്പൊ നോക്കി ഇപ്പഴാണ് പയ്യന്മാർ എൻട്രി. ഇത് ഞാൻ കണ്ട് ഇവന്മാര് ഈ സാവേജ് നിക്ക് ഇവിടുന്ന് അടിച്ചപ്പോ ഇവന്മാര് ബാക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിക്ക് കേറിക്കോളാൻ പറഞ്ഞു, മുമ്പോട്ട് കയറാൻ പറഞ്ഞു. നിക്ക് സാവേജ് ഇവിടെ ഒന്ന് അടിക്കുമ്പോ അവന്മാര് പേടും. മനസ്സിലായോ? അവന്മാരെല്ലാം ഓടും കണ്ട വഴി. കണ്ട നമ്മളവിടെ പോകുമ്പോഴേ നമ്മളവിടെ ഒരു പിക്ക് എടുക്കും, എന്നിട്ട് സാവേജിന് നിക്കിനൊരു പിക്ക് കിട്ടല്ലേ ഇവിടെ. എന്നിട്ട് ഇവിടെ അവന്മാരെല്ലാം ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇപ്പൊ രായനും ഇവര് മാത്രമാവും. ഞാൻ ഇവന് മാത്രം വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. വണ്ടി കയറാൻ പറ്റുമായിരുന്നാടാ? ഇല്ല വണ്ടി അത് കേറി കഴിഞ്ഞാ ചാവും. അതാ നിന്നടിക്കാൻ പറഞ്ഞത്. ഞാൻ 20ലാണ് ഞാനും കിണ്ടിയും കൂടെ ഇവിടെ രായനും കെവിനും ഡൗൺ ആയി. മനസ്സിലായി? രായനും കെവിനും ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റ് സ്റ്റാവേജ് നിക്ക് ഇവിടെ വരും. കറക്റ്റ് കണ്ട നൈസ്. ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കറക്റ്റ് കയറും. പക്ഷെ ഇപ്പൊ ഒരു കോമഡി ഉണ്ട്. നോക്കിക്കോണേ ഇവിടെ ഇവൻ നോക്കുവാണെ 1 HP രായടാ. എന്നിട്ട് ഓട് നോക്കിക്കോണേ ഓടുകൂടെ അവിടെ നിന്ന് എത്ര ഫ്ലഫി ഡൗൺ ആയ. ഇപ്പൊ നോക്കിക്കോണേ ഇപ്പൊ ലില്ലി പോയിട്ട് സീനോട്ട് നോക്കിക്കോണേ.
ഹെൽമെറ്റ് അടിച്ചിട്ട് അടിച്ചല്ലോ. എനിക്ക് ഫ്രാങ്കിനെ കിട്ടി. ഇപ്പൊ റൈറ്റ് സൈഡ് രണ്ടുപേരുണ്ട്. ഇവിടെ നൈസായിട്ട് വിറ്റാച്ച് 2 വിക്കറ്റ് എടുക്കും ആ സമയത്ത്. കറക്റ്റ് ആ 2 ലോ പിക്ക് മൂന്നെണ്ണം കിട്ടി. ഫ്രാങ്ക്, ജാക്ക് ബുൾസ്. ഇത് കണ്ട ഇവിടെ വൻ പേടി. ഇവ ചാവേടാ റിഫ്രഷ് ചെയ്യടാ. കറക്റ്റ് റിഫ്രഷ് ചെയ്യുമ്പോ സംഭവമില്ലേ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്റെ എസ്കേപ്പ് ഉണ്ടോ അവിടെ? അയ്യോ ബാക്ക് ഇറങ്ങാണെങ്കിൽ കേറി അടിച്ചോളാം. ഇവനിങ്ങനെ വീണപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ചത്തന്ന്. എന്റെ വ്യൂവിൽ ഇവൻ ചത്ത പോലെ കിടക്കായിരുന്നു. കുറച്ച് ആ അടിയിൽ അവന്റെ HP കുറഞ്ഞിട്ടില്ല, അതറിയോ? ഈ അടിയിലൊന്നും ചാവില്ലടാ. HP കുറയത്തില്ലടാ ഇവന്മാരുടെ. പകുതി HP കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഹീൽ അടിച്ച് ഫുള്ള്. എടാ ഹെഡ് കയറിയത് വിട്. ഡാമേജ് ഒരേപോലെ അല്ലേ? അപ്പൊ അറിയണല്ലോ അറിയുള്ളൂ. സത്യം കേട്ടോ, കൊറേ നേരം കൺഫ്യൂസ് ആയി. ബാല നിനക്ക് ഭയങ്കര ഡിസൈഡ്. ഞാനിപ്പോ ഒരു സപ്പോർട്ട് വരും ബാല നിനക്ക്. എല്ലാവർക്കും നാളെ നന്ദിയുണ്ട്. ബാലം പ്രോപ്പർ 1v1 ആയിരുന്നു. ഞാൻ പോയി അവനെടുത്ത് എന്റെ കാർബൈന്റെ ഇങ്ങനെയാണ് വാറെങ്കിൽ ഒരു വാർത്തയിലൂടെ ഒരു അതെ 30 സീരീസ് ഗ്രാഫിക്സ് കാർഡൊന്നും പോരടെ. ഞാനേ എല്ലാരും ശ്രദ്ധിച്ചു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ 20-30 എനിക്ക് 20ടാ. സെയിം 20 എല്ലാവർക്കും അത് തന്നെയാടാ. പുതിയ ഫയർ ചെയ്യുമ്പോ FPS പറഞ്ഞിട്ട് സ്റ്റട്ടർ ആകും. എനിക്കും സ്റ്റട്ടറിങ് വന്നിട്ടുണ്ട്. അത് എനിക്കും വന്നു. 48 ഉള്ളവനെ ഹെൽത്ത് ഇല്ല ആൾക്ക്. എന്തോ അണ്ണാ വാറ നോക്കാനുള്ള കാര്യമില്ല. അവന്മാരെ ഒരു കണ്ടിപ്പോ തീർന്നു. ഡുറോൽ തീർന്നു അടിയിൽ. അറിയാമല്ലോ. അവന്മാരെ 2 ഗണ്ണയാണ് തീർത്ത്. ഏതാ കോൺട്രിബ്യൂഷൻ? എന്നിട്ട് ഇവിടെ കേറാൻ നോക്കണ. പക്ഷെ അവിടെ റീഫ്രഷ് ചെയ്യുമ്പോഴാണ് ചാവണം. നോക്കണേ ഈ റീഫ്രഷ് ചെയ്യണതിന്റെ അടിയിൽ അടി കിട്ടിയാലും അങ്ങനെയാണ് ഞാൻ ചാവണം. കാരണം ലൈഫ് 0ലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. കഴിഞ്ഞിട്ടാണ് സെക്കൻഡിൽ 0 ആയി പോകും. ആ 0യിൽ അടി കിട്ടിയാ ചാവും. അങ്ങനെ ഞാൻ ചത്തേടാ. അങ്ങനെ ഞാൻ മുമ്പിൽ ഇരിക്കണ ഹുക്കും എന്നൊക്കെ മുക്കി തോറി എന്നിട്ട് പൊന്നൂസ്കും 2 വർഷം മുമ്പ് തുടങ്ങിയ ടോപ്പിക്കാണ്. അത് 2 വർഷം മുമ്പത്തെ ടോപ്പിക്. അത് കഴിഞ്ഞ് നവംബറിൽ 2 വർഷം. സെക്കൻഡില് 0 HP മറ്റേ സ്ലൈഡ് ചെയ്തപ്പോ ഇടിച്ച് എന്തായാലും ചാവും. കാരണം റീലോഡ് അടിക്കുമ്പോഴും ചാവും എന്തായാലും. ഇവിടത്തെ ഇപ്പൊ ഒരു രീതി മനസ്സിലായാലും ഇപ്പൊ എല്ലാവർക്കും എന്തായാലും അടുത്ത POV കാണുന്ന മുന്നേ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഫൈറ്റ് എടുക്കണ സ്ഥലത്ത്
നിന്ന് അടിച്ചോണം, ആരും വലിയല്ലേ എന്നുള്ള കോള് തരില്ല കേട്ടാ. പിന്നെ എല്ലാരും മൈൻഡ് മാറും. ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ഏലക്സ് ആയിട്ട് പറ്റുമ്പോഴത്തേക്ക് മാറും. ഇത് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ഏലക്സ് ആയിട്ട് പറ്റുമ്പോഴത്തേക്ക് വലിയെന്ന് പറഞ്ഞു അവർ വേണ്ട വേണ്ട വലിയ കടിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉള്ളവരും കൂടി കുത്തി കൊടുത്താൽ ഇവിടെ നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആ 3 പേര് അവിടെ ഓപ്പണിൽ നിന്ന് അടിക്കണം. അത് അവര് ഇവിടെ വിൽക്കുന്നവരെ ഇപ്പൊ നമ്മള്. അതെ, ഒന്നെങ്കിൽ നമ്മളെല്ലാരും ചാവണം. അവര് 3 പേര് മാത്രമായിട്ട് ചത്തിട്ട് കാര്യം. ഓക്സി വെക്കില്ലേ, ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്? വണ്ടി എടുത്തിട്ട് പോയി ഓക്സിയുടെ ഫ്രണ്ട് ചെയ്ത്. ഓക്സിയുടെ കവറാണ് നഷ്ടപ്പെട്ടത് അവിടെ. ഓക്സി അങ്ങനെ ദേഷ്യത്തില്ല. ഓക്സി ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്? Thank you for the 100 rupees, Anildev bro. Thank you for the 100 rupees. നമ്മുടെ വണ്ടിയല്ലേ? അല്ലല്ലേ? അവരുടെ വണ്ടി. മനസ്സിലാവുന്നില്ല. POV വെക്കുക. പിന്നെ ഞാൻ പിന്നെ അണ്ടി എത്ര നേരം വെച്ചോണ്ടിരുന്നു എന്റെ അടുത്ത് ഇവിടെ. ഐസ് വേടിയോടാ. നല്ല ഇവന്മാരുടെ വണ്ടിക്കിട്ട് വെടിവെക്കുമ്പോണ്ടല്ലോ നല്ല കത്തല്. ടയർ ഇല്ലേ? നിക്ക് എല്ലാവരുടെ ഇടയിൽ കൂടെ പോയിട്ട് നോക്കുകയാണ് ഇവിടെ കാളുണ്ട്. അത് സാവേജ് ഓക്സി നിർത്തി സാവേജ് എടുത്ത്. വണ്ടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മള് അടുത്ത നല്ല പൊസിഷൻ പിടിച്ചേനെ. പറ്റിയില്ല, അവിടെ ഇതായിപ്പോയി. ഗണ്ണിന്റെ റേഞ്ച് എങ്ങനെയാണോ എന്തോ ഞാൻ ലോങ് വെച്ച് നോക്കിയില്ല. ഈ റേഞ്ച് കിട്ടുവോ? കൊള്ളോടാ ഇതൊക്കെ. അത് വിൻഡോ ഷെയർ അല്ല ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തോണ്ടല്ലേ. ഫയർ ചെയ്യണ മുമ്പ് അറിയിക്കുമല്ലെന്ന്. വണ്ടി ഇരിക്കുമ്പോഴേ കിടന്ന് നിറച്ചോണ്ടിരിക്കാനുള്ളത്. ഇല്ല. രാജനെ പറഞ്ഞത് ഏജ ടെക്സ്റ്റൈൽസ് അവിടെ 0.25 ഇട്ട് വീഴും. 90 ബോഡി 19 ബോഡി. രണ്ടുപേരും ഒരു ഡോർ വഴി ഇറങ്ങി വന്നാ 3 ഹെഡ് 19 ബോഡി അടിച്ച് കൊല്ലാന്നുള്ള ചിന്ത വേണമെങ്കിൽ 3 പേരുന്ന ഒരുത്തരെ അടിക്കണം മിനിമം. മിനിമം 3 പേരുന്ന ഒരുത്തരെ അടിച്ചിട്ട് മറ്റേ ഇതിന്റെ എക്സൈറ്റിസ്റ്റ് ഗ്യാങ് ചാറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. എടുത്ത് നോക്കി നമുക്ക് റിപ്ലൈ എടുക്കണ്ട. എനിക്കൊന്ന് പോസ് ചെയ്തോടാ. ഇപ്പോഴത്തെ 2 ഇപ്പോഴാണ് നിക്ക് വിളിച്ചത് സപ്പോർട്ട് വേണമെന്ന്. റേഡിയോ മേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നോട് ആരും ഉണ്ടായിരുന്നു കൂടെ. നമ്മളെത്ര ഒരു 5-6 പേരെന്തോ. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ കത്തി കയറി വന്നു. നീ ഞാൻ ആദ്യം കത്തി. ഞാനും നോക്കിയപ്പോ
വില്ല് പോയിട്ട് കളിച്ചടാ. പക്ഷെ നമ്മള് കുറച്ച് ദിവസം വാറെടുക്കാത്ത പിന്നെ ഗൺ മെക്കാനിസവും പരിചയമില്ലാത്തതിന്റെ ഒരു ഇത് കുറവുണ്ട്. പിന്നെ വണ്ടി കയറാൻ പാടാണ്. വണ്ടി കയറാൻ പാടല്ലേ നമ്മള് തിരിഞ്ഞു കയറും കറങ്ങി താഴോട്ടുള്ള ആൾക്കാർ കളിക്കാൻ പറ്റില്ല. സർപ്രൈസ് ഉണ്ടെന്ന് രായന്റെ സ്റ്റാറ്റില് ഞാൻ രായന്റെ ലൈവ് എടുത്തപ്പോ ഹൈപ്പർ ഓ എന്റെ ലൈവ് കാണുന്നുണ്ടാ? കാണുന്നുണ്ടാ? കളറൊക്കെ അടിച്ചോ മുടി? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 169 FPS അടിക്കുമ്പോ ഞാൻ 120 FPS സ്ട്രീം ചെയ്യണത്. 120 FPS റെക്കോർഡ് ചെയ്തത്. 48 FPS ഇവിടെ എനിക്ക് റെക്കോർഡ് സ്മൂത്ത് ആണേ ഉള്ളൂ. ഗെയിം പ്ലേയിൽ ഇത്ര സ്മൂത്ത് ഇല്ല. അങ്ങനെ 200 FPS എന്നാലും പോയത് എത്ര 100-ലോട്ടാ പോയത്. രണ്ട് പയ്യന്മാരോടെ ഈ രണ്ട് പയ്യന്മാരെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ബാലനൊക്കെ ഇപ്പൊ വീഴും അവിടെ ഇരുന്ന്. ഇപ്പൊ ഞാൻ അടുത്തേക്ക് പോകുമ്പോ ബാലം വീഴും കേട്ടോ. ഇവിടെ ബാലം വീണതാണ്. ഞാൻ വിചാരിച്ച ബാലം ചത്തന്ന്. അപ്പൊ എന്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കുറഞ്ഞു. ഓരോ ആൾക്കാര് ചാവുമ്പോ കാണുമ്പോഴാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു ചത്തന്ന് വിചാരിച്ചത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ പൊന്തി വരുവോ? അപ്പൊ പവറായി. പവറായി പിന്നെ വീണ്ടും അടി തുടങ്ങി. പിന്നെയാണ് താഴത്തോട്ട് പോയത്. എനിക്ക് മനസ്സിലായില്ല. ലൈഫിലെ മാതിരി അറിഞ്ഞില്ല. ഇതൊക്കെ പേറ്റുവിനാണ്. ഇവിടെ ബാലം 1v1 കഷ്ടപ്പെടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബാലിന് സഹായിച്ചു. അവന്റെ ബെല്ലടിച്ചേട്ടാ. ഇത് സരക്കണ്ട, ഇത് വാറണ്ടല്ല, ഇത് ജീറ്റ് ചെയ്യണ പേറ്റ് പിന്നെ 40 സീരീസ് കാർഡിലെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാല്ല, സത്യമാണ്. ഇപ്പൊ 30 സീരീസ് താഴെ ആർക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. വെടിവെച്ചാൽ മോനെ ഇറങ്ങി പോന്ന് പറയും. നീ വന്നിട്ട് കൊറേ അസറ്റ്സും മറ്റു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിന്റെയാണ് ഞാൻ ഈ വാറി മരിക്കേണ്ടവനായിരുന്നു. കാണിച്ചുതരാം. എടാ സൂര്യ, നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയത് ആറാ? ഞാൻ ഈ വാറ് കളിക്കേണ്ടവനായിരുന്നു. കോച്ച് ലൈവാണ്. പുള്ളി 500 സബ്ബോർഡ് എല്ലാരും ഒന്ന് ഞാൻ മറ്റേ ഈലടിച്ചില്ല, അടിക്കാണ്ടൊക്കെ ഓടി. ഒരു 500 പേരോടെ ഉണ്ടെങ്കിൽ പുള്ളി 5K ആവും. ഒന്ന് സബ് 5K ആവുന്നു. 500 പേരുണ്ടെങ്കിൽ 60K ഗൈസ്. എല്ലാവരും ഒന്ന് സബ് ചെയ്തും സപ്പോർട്ട് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൈസ്. പുള്ളി ഒരുപാട് ലൈവൊക്കെ ഇടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഷീ ഡിസർവ്സ് സബ്. സോ എല്ലാവരും ഒന്ന് പറ്റുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പബ്ജിയിലോട്ടും കയറും.